ഹലോ, സഞ്ചാരി പൂപ്പൊലിൻ്റെ ഭാഗമായിട്ട് ബാക്കിയുള്ളതും കൂടി കാണിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോ കാണിച്ചതിൻ്റെ ബാക്കിയാണ്. മെലസ്ട്രോമ, അതായത് നമ്മുടെ അതിരണിപ്പൂവ്. ആ പൂവിൻ്റെ കാടാണ് ഈ കാണുന്നത് കേട്ടോ. അമ്പലവയലിലെ പൂപ്പൊലിയാണ്. പൂക്കൾ അവരിപ്പോൾ അടുത്തെങ്ങാണ്ട് വളർത്തി വലുതാക്കിയാൽ തോന്നുന്നു. ഇതിൽ വലിയ പൂവൊന്നും ഇട്ടിട്ടില്ല, ചെറിയ പൂക്കളേ ഉള്ളൂ. ഇത് നിറച്ചുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു കാഴ്ചയാണ് വയലറ്റ് പൂക്കളെ. നമ്മളിവിടെ അതിരണിപ്പൂ എന്ന് പറയും, മെലസ്ട്രോമ. നമ്മളങ്ങോട്ട് കിടക്കുകയാണ്. ഇതൊക്കെ പ്രവേശന കവാടമാണ്, അങ്ങോട്ട് കിടക്കുകയാണ് നമ്മൾ. ഇവിടെയൊന്നും കാര്യമായിട്ട് കാണാനൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ ഇവർ വെച്ച് പിടിപ്പിച്ച് തുടങ്ങിയിട്ടുള്ളൂ. നല്ല പച്ചപ്പുള്ള ഇലകൾ അതിൻ്റെ. നല്ല മണ്ണ്, തറയിൽ നല്ല വളവും മണ്ണുണ്ടെങ്കിൽ നന്നായി വളരും ഈ പൂക്കൾ കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട് ഇവിടെ. കുറേ സ്ഥലമുണ്ടത്. നമ്മളടുത്ത ഇതൊക്കെ നമ്മൾ സാധാരണ കാണുന്ന ചെടികളാണ്. ഈ നിലത്ത് പറ്റി കിടക്കുന്ന, നമുക്കത് ഒറ്റക്കൊറ്റയ്ക്ക് കാണുമ്പോൾ അതിൻ്റെ ഭംഗിയാണല്ലോ. പക്ഷേ ഇതൊക്കെ പൂട്ടായി വരുന്നേ ഉള്ളൂ. ഉണ്ടോ? ബട്ടർഫ്ലൈ, പല സൈസുള്ള ബട്ടർഫ്ലൈകളാണ്. ഉണ്ടോ? ഇതൊക്കെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഭംഗിയില്ല, പക്ഷെ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്ത് ഭംഗിയാണ് കാണാൻ. പൂ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. ഞങ്ങൾ ഈ തുടക്കത്തിലേ പോയതാരണേ, പൂക്കളൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഇതൊക്കെ കയറുന്ന വശാട്ടോ, അങ്ങോട്ട് എത്തിയില്ല. ചെടികളൊക്കെ പിടിപ്പിച്ച് വരുന്നേ ഉള്ളൂ. അവിടെ ഉണ്ടാക്കിയ രൂപങ്ങൾ, അരയന്നങ്ങൾ, 2 അരയന്നത്തിൻ്റെ രൂപം. പഴയ നാടൻ ഗ്രാമങ്ങളിലുള്ള കിണർ, ആ വെള്ളം എടുക്കുന്നതും. കയറി പോകുന്ന വശങ്ങളിൽ ചെറിയ ചെറിയ സംഭവങ്ങൾ. കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ പൂക്കാലം സ്റ്റെപ്പ് കയറി. കുറച്ച് പൂക്കൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. ഓരോ സ്ഥലം ഇതൊരു ചെറിയ ചിറ പോലെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലെ വെള്ളത്തിൻ്റെ അത് വാട്ടർ ഫൗണ്ടൻ നല്ല രസമാണ്. മ്യൂസിക്കിനനുസരിച്ച് അതിങ്ങനെ പൊങ്ങി പൊങ്ങി പോയി താഴ്ന്നു വരുന്ന കാണാൻ നല്ല രസമാണ്. ഇത് കാണാനിപ്പം ഞങ്ങൾ നിൽക്കുന്നിടത്ത് നിറയെ ആൾക്കാരുണ്ട് അത് കാണാൻ. അത് ഓരോ മിനിറ്റ് 2 മിനിറ്റ് കൂടുമ്പോൾ അത് വെള്ളം പൊങ്ങിപ്പോണത്. അടുത്ത സൂര്യകാന്തി പാടത്തേക്ക് പോകണുണ്ട്. സൂര്യകാന്തി വൈകുന്നേരം വന്നതേ, അതുകൊണ്ട് സൂര്യാന്തിക്കൊരു വാട്ടം. വെയിൽ പോയല്ലോ, അതിൻ്റെ ഒരു വാട്ടമുണ്ട്. ഇത്തവണ സൂര്യാന്തി കുറച്ച് കുറവാണ്. കഴിഞ്ഞ തവണക്ക് ഇതിലും കൂടുതലുണ്ടായിരുന്നു സൂര്യാന്തി കേട്ടോ. ഇനി മുമ്പോട്ട് പോവാണ്. ആണ്ടേ ആ മരത്തൊരു നീർക്കാക്ക ഇരിക്കുന്നത്. ഇതാണ് വെറൈറ്റി ആയിട്ട് ഇവിടെ കണ്ടത്. പൂക്കളിടയ്ക്ക് ഒരു നീർക്കാക്ക, അവൻ ഒറ്റയ്ക്കിരിക്കുക. നീർക്കാക്കയോടൊപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ മുന്നോട്ട് പിന്നെയും കാണാം. അതുവരെ ടാറ്റാ.